കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. ഹഗ്ഗായി എഴുതിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹഗ്ഗായി എഴുതിയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ കാണിച്ച നിരുത്സാഹമാണ്. ഇസ്രായേൽ ജനം കാണിച്ച നിരുത്സാഹം, അതിനെയാണ് ഹഗ്ഗായി ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യ അധ്യായങ്ങൾ നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നത് എന്ത് എന്ന് ചോദിച്ചും കൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. അത് മാത്രമല്ല, ദൈവത്തോട് ഉത്സാഹം കാണിക്കാത്തത് കൊണ്ട്, ദൈവത്തോടെന്ന് മാത്രമല്ല ദൈവ പദ്ധതികളോടോ ദൈവാലയത്തോടോ ഉത്സാഹം കാണിക്കാത്തത് കൊണ്ട് അവർ നേരിട്ട ചില ശാപങ്ങൾ, ചില നെഗറ്റീവുകളെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 1:6 ആ വാക്യം മുതൽ നിങ്ങൾ വായിക്കണം. വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല എന്നൊക്കെ പറയുന്ന കുറേ നെഗറ്റീവുകൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ നിരുത്സാഹമാണ് നമുക്കവിടെ കാണുക. അതിനെ പ്രതി അനുഭവിക്കേണ്ടി വരുന്ന ഒരു ശൂന്യത. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ ദൈവിക കാര്യങ്ങളിൽ ഉത്സുകനാണെങ്കിൽ, പ്രാർത്ഥനയിലാകട്ടെ, ആരാധനയിലാകട്ടെ, പാടുന്നതിലാകട്ടെ, അല്ല ദൈവാലയത്തിലുള്ള പ്രവൃത്തികളിലാകട്ടെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ ഞാൻ പറഞ്ഞാൽ ചർച്ചിൽ നമ്മൾ വരുന്ന സമയം ഉൾപ്പെടെ നമ്മൾ ചർച്ചിനോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ഉൾപ്പെടെ നമ്മുടെ ഭൗതികമായ നന്മകൾ, നമ്മുടെ ആരോഗ്യം, അതിനായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നിശ്ചയമായിട്ടും അതൊരു അനുഗ്രഹമായിട്ട് തന്നെ മാറുവാൻ തക്കവണ്ണം ഇടവരും. അപ്പം ഇതെല്ലാം ചെയ്യാതെ കിടക്കുന്ന ഇസ്രായേൽ ജനത്തോട് ഹഗ്ഗായി എന്ന പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ആലയത്തിന് അടിസ്ഥാനം ഇടൂ. അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം എന്ത് ചെയ്യും? വ്യത്യാസം വരുത്തും. അതാണ് 2-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടിവെക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടിവെക്കുവിൻ. ഇനി വിത്തുകൾ കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആലയത്തിന് അടിസ്ഥാനമിട്ട സമയം മുതൽ ഹഗ്ഗായി പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ഇനി മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതികളോട് ദൈവാലയത്തോട് നമ്മൾ കൂറുപുലർത്തി ആത്മീക ഭൗതിക പ്രവർത്തികൾ നമ്മൾ ഉത്സാഹത്തോടെ ചെയ്യുമെങ്കിൽ ഇന്ന് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറും. ഇന്നു മുതൽ നിൻ്റെ ശൂന്യത മാറും. സാമ്പത്തിക മേഖലയ്ക്കകത്ത് നീ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ മാറി. ഇന്നു മുതൽ സ്നേഹിത, പ്രിയപ്പെട്ടവരെ, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തെ ഇന്നു മുതൽ ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ എല്ലാ അവസ്ഥയ്ക്കും ഇന്നു മുതൽ വ്യത്യാസം വരുത്തുന്ന ഒരു പ്രഭാതമാക്കി ഈ പ്രഭാതം മാറുകയാണ്. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ഉറവ തുറക്കപ്പെടുന്നത് ഞാൻ തിരുവചനത്തിലൂടെ ആത്മാവിൽ കാണുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കാൻ ഇടവരുത്തണം. ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു വലിയ വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഇടവരുത്തിയാട്ട്. എല്ലാ മഹത്വവും കർത്താവിന്, യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.